നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ്. ഇന്നലത്തെ ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിഫ്റ്റി 50യുടെ ഇന്നലത്തെ മൂവ് ഇങ്ങനെയായിരുന്നു. അതിന് പ്രകാരം ഇന്ന് നിഫ്റ്റി 50യിൽ ഉള്ള 2 ഓർഡർ ബ്ലോക്കുകൾ, മുകളിലും താഴെയും 2 പൊസിഷൻസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്തിട്ട് വേണം മാർക്കറ്റിന് മുകളിലേക്ക് തിരിച്ച് കയറാനാണെങ്കിൽ തിരിച്ച് കയറേണ്ടത്. അപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്കിന് ബ്രേക്ക് ചെയ്യണം. അതിനുശേഷം ഇവിടെ റീടെസ്റ്റും തന്നിട്ടായിരിക്കും അങ്ങോട്ട് പോവുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതല്ല എങ്കിൽ ഇതിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനും ഉള്ള സാധ്യത അവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നിഫ്റ്റി 50യിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വലിയൊരു മൂവ് തരാതെ ഒരുപക്ഷെ ഇന്നലത്തേതുപോലെ തന്നെ ഒരു സൈഡ് വേസ് മൂവിനുള്ള സാധ്യതയും, ഈ 3 സാധ്യതകളാണ് നമുക്കറിയാമല്ലോ. ഒന്നെങ്കിൽ അപ് ട്രെൻഡ് ആവണം, അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് ആവണം, അതുമല്ലെങ്കിൽ ഒരു സൈഡ് വേസ് മൂവ്. അങ്ങനെയാണെങ്കിൽ ഈ റേഞ്ചിനുള്ളിൽ തന്നെ നിന്നുകൊണ്ടുള്ളൊരു മൂവും ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ 3 സാധ്യതകളും നമ്മൾ കാണുന്നുണ്ട്. ഇനി താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് വന്നാൽ നമുക്ക് ഇവിടെ താഴത്ത് മറ്റൊരു ഓർഡർ ബ്ലോക്ക്, ഇന്നലെ നമ്മൾ ചെയ്തിരുന്ന ആ ഒരു ഓർഡർ ബ്ലോക്ക് ഇന്നലെ ഇതിലേക്ക് വന്ന് ടച്ച് ചെയ്തിരുന്നില്ല, ഇവിടെ വരെ വരാനുള്ള സാധ്യത, ഇവിടെ വരുമ്പോൾ ഒരു റെസിസ്റ്റൻസ് അതിന് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി മുകളിലേക്കാണെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തേത് വെച്ചിട്ട് അടയാളപ്പെടുത്തി വെച്ചൊരു ഓർഡർ ബ്ലോക്ക് മുകളിലുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഇന്ന് മാർക്കറ്റ് ചുറ്റിത്തിരിയാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും പ്രീ മാർക്കറ്റ് ഡാറ്റ വരാൻ ഇനി സമയമുണ്ട്. 9-7 പ്രീ മാർക്കറ്റ് ഡാറ്റ വരുന്നുണ്ടാവും. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ വീണ്ടും നോക്കാം. പ്രീ മാർക്കറ്റ് ഡാറ്റ വന്നിട്ടുണ്ട്. നിഫ്റ്റി 50 ഇൻഡെക്സിൻ്റെ ഓപ്പൺ വന്നേക്കുന്നത് പ്രീവിയസ് ഡേ ക്ലോസിൽ നിന്നും കുറച്ചധികം മുകളിൽ വന്നിട്ട് ഗ്യാപ്പ് അപ്പായിട്ടുള്ളൊരു ഓപ്പണാണ് വന്നേക്കുന്നത്. ഈ ഗ്യാപ്പ് അപ്പുകൾ ഒരു മോർ ദാൻ 70% ഓഫ് ടൈമും അത് ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ അതിനെപ്പറ്റി പറയുന്നവരൊക്കെ അങ്ങനെയാണ് പൊതുവെ പറയുന്നത്. ആ ഒരു തിയറി ഇവിടെ, ആ ഒരു സാധ്യത ഇവിടെ ഇന്ന് നടക്കുകയാണെങ്കിൽ ഇന്ന് ഇവിടെ നിന്നും മാർക്കറ്റ് ഇതിൻ്റെ ഹൈ വരെ വേണമെങ്കിൽ പോകാം. ഇവിടെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റിന് നല്ല ലിക്വിഡിറ്റി അവിടെ കിട്ടും. അവിടെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് നേരെ താഴത്തേക്ക് ഗ്യാപ്പ് ഫില്ലിങ്ങിന് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് എടുത്താൽ, സപ്പോർട്ടായിട്ട് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് സൈഡ് വേസ് പോകാനും, അതല്ലെങ്കിൽ കുറച്ച് നേരം ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകാനുള്ളൊരു സാധ്യതയാണുള്ളത്. ഇനി ഇത് രണ്ടിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ഗ്യാപ്പ് അപ്പ് വെച്ചു. ഇനി ഇത് അതുപടി തന്നെ മുകളിലേക്ക് പോകാനുള്ളൊരു സാധ്യത റെയറാണ്, എങ്കിൽ പോലും അങ്ങനെ ഒരു സാധ്യതയും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ നമ്മളുടെ സ്റ്റോക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ONGC നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ONGCയിൽ 260-90 ഓപ്പൺ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ ക്ലോസിങ്ങും 260-90 തന്നെയാണ്. അപ്പോൾ അതിൽ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഇനി BPCL നോക്കിക്കഴിഞ്ഞാൽ 271-90 ഓപ്പൺ കാണിച്ചേക്കുന്നു. 271-25 ഇന്നലെ. അതായത് അത് ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ളൊരു സാധ്യത ഓൾറെഡി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള സാധ്യതയാണ് അത് കാണിക്കുന്നത്. വിപ്രോയിൽ നോക്കിക്കഴിഞ്ഞാൽ വിപ്രോ ഇന്നലെ ഉണ്ടായിരുന്നത് ക്ലോസിംഗ് തന്നത് 92-95 ഇത് 293 തൊട്ടടുത്ത് തന്നെയാണ് അതിൻ്റെ ഓപ്പൺ വരുന്നത്. സോ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് വിപ്രോയിൽ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. NTPCയിൽ വരുമ്പോൾ 312.55 ഇന്നലെ ക്ലോസ് ചെയ്തു, 312.10 ക്ലോസ് ചെയ്തു. അതിന് മുകളിൽ ഇന്ന് അത് ഓപ്പൺ തരുവാണ്. സോ ദാറ്റ് ഈ ഒരു 2 ഓർഡർ ബ്ലോക്കുകൾ നമ്മൾ മുകളിലും താഴെയും കണ്ടെത്തിയതായിരിക്കും അതിലിന്ന് വർക്ക് ചെയ്യാനുള്ളൊരു സാധ്യത. അപ്പോൾ ഇത്രയാണ് നമ്മൾ തൽക്കാലം നോക്കുന്നുള്ളൂ. ഈ 4 സ്റ്റോക്കുകളിൽ ഏതെങ്കിലും ആയിരിക്കും നമ്മൾ എൻട്രി എടുക്കാനുള്ള സാധ്യത. അപ്പോൾ ഇനി എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അപ്പോൾ മാർക്കറ്റ് ഓപ്പണായി നല്ല രീതിയിലൊരു ഡൗൺ സൈഡ് കാണിക്കുവാണ്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇത് ഈ ഒരു ക്യാൻഡിൽ, അതായത് പ്രീവിയസ് ഓർഡർ ബ്ലോക്ക് ക്യാൻഡലിൻ്റെ ലോയിൽ നമ്മളിവിടെ ബൈ ഓർഡർ ഇടാൻ പോവുകയാണ്. ലിമിറ്റ് ഓർഡർ 80 ക്വാണ്ടിറ്റി നമ്മൾ വെക്കുന്നുള്ളൂ. ഇവിടെ ഒരു 80 ക്വാണ്ടിറ്റി നമ്മൾ ബൈ ഓർഡർ അഡ്വാൻസ് ആയിട്ട് ഇട്ട് വയ്ക്കാൻ പോവുകയാണ്.
അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ബൈ എടുക്കും. പിന്നെ നമ്മൾ ടാർഗറ്റായിട്ട് അതിൻ്റെ മുകളിലേക്ക് ടാർഗറ്റും ചെയ്യും. നമുക്കിനി അതിൻ്റെ മാർക്കറ്റ് ഡെപ്ത് ഒന്ന് നോക്കാം. സെറോദയിൽ ഇതിൻ്റെ മാർക്കറ്റ് ഡെപ്താണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ബയ്യിങ് സൈഡിൽ കൂടുതൽ വോളിയാണ്. 7 ലക്ഷം ബയ്യിങ് സൈഡിൽ കാണിക്കുന്നുണ്ട് ONGC. അപ്പോൾ എവിടെ വരെ അത് വരാൻ സാധ്യതയുണ്ട് നോക്കിക്കഴിഞ്ഞാൽ 2000 ഓർഡേഴ്സ് ഇവിടെ കിടക്കുന്നത് 59-ലാണ്. 59, 30, 59, 40, 259, 40 ആ ഒരു റേഞ്ചിലാണ്. നമ്മൾ ഇട്ടേക്കുന്നത് 258, 11-ലാണ്. കഴിഞ്ഞ ദിവസം ഇവിടം വരെയാണ് മാർക്കറ്റ് വന്ന് റീടെസ്റ്റ് തന്നിട്ട് പോയേക്കുന്നത്. അവിടെ വരെ ഇന്നും വന്നിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി അതിന് താഴത്തേക്ക് മാർക്കറ്റ് വരേണ്ടതാണ് എന്നാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. അതായത് ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് എടുത്തേക്കുന്നത്. സോ ദാറ്റ് അറ്റ്ലീസ്റ്റ് ഇന്നലെ ടച്ച് ചെയ്ത സ്ഥലം ഇന്ന് ടച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അതിനകത്ത് അത് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ നമുക്ക് വേറെ സ്റ്റോക്ക് നോക്കാവുന്നതാണ്. ഇനി BPCL എന്താ സംഭവിക്കുന്നതെന്നും കൂടെ ഒന്ന് നോക്കിയേക്കാം. BPCL മുകളിലെ റെസിസ്റ്റൻസ് ടച്ച് ചെയ്തിട്ടുണ്ട്. താഴത്തേക്ക് അത് വലിയ രീതിയിൽ വന്നിട്ടില്ല. മുകളിൽ റെസിസ്റ്റൻസ് ടച്ച് ചെയ്തിട്ട് താഴത്തേക്ക് വരികയാണെങ്കിൽ അവിടെ എത്രയാണ് കിട്ടാൻ സാധ്യതയുള്ളത് നമുക്കതെന്തായാലും മെഷറിംഗ് ടൂൾ വെച്ച് തന്നെ നോക്കാം. ഇവിടുന്ന് 0.5% സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ഒരാൾക്ക് 1:2.6 ആണ് അവിടെ കിട്ടാനുള്ള സാധ്യത. വിപ്രോയിൽ അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വിപ്രോ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നും വിപ്രോ ആ ലിക്വിഡിറ്റി എടുത്തു. അതായത് പ്രീവിയസ് ആ ഓർഡർ ബ്ലോക്കിൻ്റെ ഹൈ പോയിട്ടുണ്ട്. ആ ക്യാൻഡലിൻ്റെ ഹൈ പോയി ലിക്വിഡിറ്റി എടുത്തിട്ടാണ്. അപ്പോൾ 0.5% അവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച് കൊടുത്താൽ വിപ്രോയ്ക്ക് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് ഉള്ളത് അങ്ങ് വളരെ താഴെയാണ്. 1:2 ഇവിടെ വരെയെങ്കിലും വരാൻ സാധ്യതയുണ്ട്. 1:4 വരെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ബാക്കി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം പിന്നീട്. ഇനിയുള്ളത് നമ്മളുടെ NTPC നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു അപ്വേർഡ് മൂവാണ് ഇപ്പോൾ നടത്തിയേക്കുന്നത്. ഇത് വളരെ ചെറിയൊരു ഓർഡർ ബ്ലോക്കാണ് നമ്മളവിടെ മെഷർ ചെയ്തേക്കുന്നത്. അതിനകത്ത് നമുക്കൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ അതിങ്ങനെ എടുക്കേണ്ടി വരും. അതായത് ഇപ്പോൾ റൺ ചെയ്യുന്ന ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ താഴത്തേക്ക് എടുക്കുന്നതായിരിക്കും സേഫ് സൈഡ്. അതായത് 0.5% സ്റ്റോപ്പ് ലോസ് അതിൽ വെക്കുകയാണെങ്കിൽ ഓക്കെ. അപ്പോൾ ഈ ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോഴേ നമുക്കവിടെ എൻട്രി എടുക്കാൻ പറ്റത്തുള്ളൂ. ആ ക്യാൻഡലിൻ്റെ ഹൈ ഓൾറെഡി സ്റ്റോപ്പ് ലോസ് ഏരിയയിലാണ്. അപ്പോൾ 1:2 അവിടെ നിന്ന് കിട്ടാവുന്നത് അറ്റ്ലീസ്റ്റ് ഇവിടം വരെ ടാർഗറ്റ് ചെയ്യാൻ 1:3.5 വരാൻ സാധ്യതയുള്ളൊരു മൂവാണ് അവിടെ കാണുന്നത്. ബാക്കി നമുക്ക് നോക്കാം. ONGC നമ്മൾ എടുത്ത് വെച്ച സ്റ്റോക്ക് നമ്മളുടെ പ്രൈസിൻ്റെ അടുത്തേക്ക് വരുന്നു. അവിടെ 259-ൽ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 259-ന് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വരുന്നു. ഇനി ഹ്യൂജ് ഓർഡർ കിടക്കുന്ന എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൈസ് വരുന്നത് 258.11 അങ്ങോട്ടേക്ക് ഇതെത്തുമോ? 258.60 കുറച്ച് ഓർഡർ കാണുന്നുണ്ട്. പക്ഷേ ഇന്നലെയൊക്കെ നമ്മൾ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഓരോ പൈസയ്ക്കും ഹ്യൂജ് ഓർഡേഴ്സ് കാണുന്നുണ്ട്. ഇല്ലെങ്കിൽ ഓരോ പൈസയിലും ആൾക്കാർ ഓർഡേഴ്സ് ഇട്ടിട്ടുണ്ട്. സോ ദാറ്റ് ഹൈ ലിക്വിഡിറ്റി ഉണ്ട് അതിന്. അപ്പോൾ അത് വരട്ടെ. നമ്മളിവിടെ മെഷറിംഗ് ടൂൾ എടുത്തൊന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്ത് തിരിച്ചു പോകുന്നു കണക്ക് കൂട്ടിയാൽ 0.5% എന്ന് പറഞ്ഞാൽ ഈ ഓർഡർ ബ്ലോക്കിൻ്റെ അപ്പുറത്തേക്ക് തന്നെ കിട്ടും നമുക്ക്. പിന്നെ ടാർഗറ്റായിട്ട് വയ്ക്കാവുന്നത് മുകളിൽ ഡേ ഹൈയിലേക്ക് ടാർഗറ്റ് വയ്ക്കാം. 1:2 അവിടെ നമുക്ക് ജസ്റ്റ് കവർ ആകുന്നുള്ളൂ. എനിവേ അത് മതി. എന്തായാലും ഇവിടെ വന്ന് ഹിറ്റ് ചെയ്താലേ നമ്മൾ ആ ഓർഡർ എടുക്കുന്നുള്ളൂ. ഒപ്പം വേറൊരു കാര്യം കൂടെ ചെയ്യാമെന്ന് മനസ്സിൽ തോന്നുന്നു. മറ്റൊന്നുമല്ല,
BPCL അതുപോലെ ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് കൂടെ ഒരു എൻട്രി പോസ്റ്റ് ചെയ്ത് വെച്ചാലോ എന്നൊരു തോന്നലുണ്ട്. ആദ്യം ഏത് ഹിറ്റ് ചെയ്യുന്നോ അതിൽ വർക്ക് ചെയ്യാം. $275.45 ഓർഡർ ഇട്ടാൽ $80 ഒരു ഓർഡർ ഇടാം. അവിടെ നമുക്ക് 80 ക്വാണ്ടിറ്റി തന്നെ സെല് ചെയ്യാനായിട്ട് ഓർഡർ ഇട്ട് വയ്ക്കാം. ഓക്കെ, അവിടെ വന്നാൽ സെല് ചെയ്യാം. വരട്ടെ, ഏതാണോ ആദ്യം ഹിറ്റ് ചെയ്യുന്നത് അതിൽ മാത്രം നമുക്ക് വർക്ക് ചെയ്യാമെന്ന്. ONGCയുടെ മാർക്കറ്റ് ഡെപ്ത് കാണിക്കുന്നത് രണ്ട് സൈഡും തുല്യമായിട്ടാണ് കാണിക്കുന്നത്. നിഫ്റ്റി 50 ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രീവിയസ് ഓർഡർ ബ്ലോക്കിൻ്റെ ആ ക്യാൻഡലിന് മുകളിൽ പോയി ലിക്വിഡിറ്റി എടുത്ത് താഴത്തേക്കൊരു ഡൗൺഫോൾ തരുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആ റെസിസ്റ്റൻസ് വെച്ചിട്ട് അത് വീണ്ടും താഴത്തേക്ക് തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് വരെ വരാം. അതിന് ബ്രേക്ക് ചെയ്ത് വേണമെങ്കിൽ താഴോട്ട് പോകാം, അല്ലെങ്കിൽ പിന്നെ ഇന്നത്തെ ദിവസം സൈഡ് വൈസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്താലും മതി. ഇത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത ഓർഡർ ബ്ലോക്ക് തെറ്റായിരുന്നു എന്നൊരു സിഗ്നലാണ് ഇവിടെ കാണുന്നത്. അതായത് ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, ഈ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ തൊട്ട് നല്ലൊരു മൂവ് അങ്ങോട്ട് പോയത് ഈ ഒരു ക്യാൻഡിലിനെ ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. നമുക്കത് വോളിയം കൂടി ഇട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഈ ഒരു ക്യാൻഡിൽ വോളിയം അവിടെ നിന്ന് അങ്ങോട്ട് നല്ല വോളിയം കയറിയിട്ടുണ്ട്. സോ ദാറ്റ് അവിടെ വരെയാണ് മാർക്കറ്റ് ഇന്ന് വന്ന് ടച്ച് ചെയ്തേക്കുന്നത്. എനിവേ നമ്മളവിടെ എടുക്കുന്നില്ല, അതിൻ്റെയും താഴത്ത് വന്നാൽ നമുക്കത് നോക്കാം. BPCL അറ്റ് ദ സെയിം ടൈം അതും ഡൗൺഫോൾ തരികയാണ്. അതും നമ്മളുടെ എൻട്രി ഏരിയയിലേക്ക് വന്നിട്ടില്ല. വിപ്രോ ഓൾറെഡി ആ ഏരിയയിലുണ്ട്. സോ ദാറ്റ് അതിൽ വേണമെങ്കിലും നമുക്ക് പോകാവുന്നതാണ്. 0.5% എന്ന് വെച്ചാൽ ഇപ്പോൾ എടുത്താലും അപ്പുറത്ത് നിന്ന് കിട്ടും. വിപ്രോ പക്ഷേ അപ് ട്രെൻഡിലുള്ളൊരു സ്റ്റോക്ക് ആയിരുന്നു. സോ ദാറ്റ് അതവിടെ നിൽക്കട്ടെ. ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ എടുക്കാമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അത് പക്ഷേ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറുന്നുണ്ട്. കാരണം നല്ല ബുള്ളിഷ് മൂവാണ് തുടക്കത്തിൽ കൊടുത്തേക്കുന്നത്. സോ ദാറ്റ് ഇത് അവിടുന്ന് അത് കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റത്തില്ല. എന്തായാലും നമ്മൾ കൊടുത്ത 2 ഓർഡറുകൾ തന്നെ വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. രണ്ടും നമ്മുടെ എൻട്രി പോയിന്റിൽ നിന്ന് അകന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. BPCL നമ്മുടെ ഓർഡറിൻ്റെ തൊട്ടടുത്തേക്ക് വരുന്നു. അതവിടെ ഇപ്പോൾ കിട്ടിയാൽ നമുക്ക് മറ്റേ ഓർഡർ ക്യാൻസൽ ചെയ്യണം. ONGCയിൽ ഇട്ടേക്കുന്നത് ക്യാൻസൽ ചെയ്യുന്നുണ്ടാവും. നിഫ്റ്റി 50 ഈ സമയത്ത് നല്ലൊരു ഫോളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ONGC നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ONGC ആ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തിരുന്നു. അതിന് ശേഷം റിവേഴ്സ് ആകുന്നതായിട്ട് ഒരു തോന്നലാണ് അവിടെ കൊടുക്കുന്നത്. എനിവേ BPCLന് ഇവിടെ നല്ല റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് അടുക്കുമ്പോൾ നല്ല റിജക്ഷൻ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏതെങ്കിലും ഒരു ഓർഡർ എൻട്രി ആയതിന് ശേഷം നോക്കാം. BPCLൽ നമ്മളുടെ ഓർഡർ ഇപ്പോൾ എൻട്രി ആവാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് നോക്കാം.
275.50 നമ്മൾ വെച്ചേക്കുന്നത്. ഈ ക്യാൻഡലിൻ്റെ ഹൈ വരുന്നത് 275.30. 2 മിനിറ്റ് സമയം കൂടെ ഉണ്ട്. അത് അവിടെ നിന്ന് നല്ല റിജക്ഷൻ വരികയാണ്. ഇവിടെ ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ മുകളിൽ നല്ല ലിക്വിഡിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതവിടെ ചെന്ന് എടുത്തിട്ടുണ്ടാവാം. നമുക്കെന്തായാലും BPCLൻ്റെ മാർക്കറ്റ് ഡെപ്തും കൂടെ ഒന്ന് നോക്കിയേക്കാം. BPCL ബൈയിങ് സൈഡ് കൂടുതലും സെല്ലിങ് സൈഡ് കുറവുമാണ്. സോ ദാറ്റ് മാർക്കറ്റ് ഇന്ന് അത് ഡൗൺ ട്രെൻഡ് പോകാനാണ് സാധ്യത കാണുന്നത്. ഒപ്പം തന്നെ നമ്മൾ ഇട്ടേക്കുന്ന ഓർഡർ 75.50 75.50 അങ്ങോട്ട് നല്ല ക്വാണ്ടിറ്റി കാണിക്കുന്നുണ്ട്. സോ ദാറ്റ് അത് കിട്ടിയേക്കാം. ONGC അവിടുന്ന് റിവേഴ്സായി പോയി. 1:1 ടച്ച് ചെയ്തിട്ടുണ്ട്. നമ്മളവിടെ ഈ ഒരു പോയിന്റിൽ എൻട്രി എടുത്തിരുന്നെങ്കിൽ. എനിവേ വെയിറ്റ് ചെയ്യാം. BPCL നമ്മുടെ എൻട്രി പോയിൻ്റ് തൊട്ടടുത്തേക്ക് എത്തുന്ന കാഴ്ചയാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ONGC നമ്മൾ ഈ കറക്റ്റായിട്ട് ഓർഡർ ബ്ലോക്കിൽ ഈ എഡ്ജിൽ എടുത്തിരുന്നെങ്കിൽ അവിടെ ഇട്ടിരുന്നത് അത് കിട്ടുമായിരുന്നു. അത് 1:2 തൊട്ട് അടുത്തേക്ക് എത്തിയിട്ടുമുണ്ടായിരുന്നു. എനിവേ നമ്മൾ ഓർഡർ പിന്നീട് മാറ്റണം നിർബന്ധമൊന്നുമില്ല. അത് വന്ന് കിട്ടിയാൽ മതി. നമുക്ക് എന്തായാലും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ അത് ആ എഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് മാർക്കറ്റ് ഡെപ്തും കൂടെ ഒന്ന് നോക്കിയേക്കാം. BPCLൻ്റെ മാർക്കറ്റ് ഡെപ്താണ് കാണുന്നത്. 75.50 നമ്മൾ ഓർഡർ ഇട്ടേക്കുന്നത്. അങ്ങോട്ടേക്ക് നല്ല വോളിയം കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ബൈയിങ് സൈഡിലാണ് 2 ലക്ഷത്തോളം അധിക വോളിയം കാണിക്കുന്നത്. അതായത് അവിടെ പോയി ഹിറ്റ് ചെയ്താൽ പിന്നെ അവിടുന്ന് ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 75.50 നമ്മളുടെ ഓർഡർ ട്രിഗർ ആകണം. ആഫ്റ്റർ ദാറ്റ് ഇത് ഡൗൺ ട്രെൻഡിലേക്ക് പോകണം. അപ്പോൾ 2.6 നമുക്കിന്ന് ടാർഗറ്റ് ചെയ്യാവുന്നൊരു ലെവലുണ്ട് അവിടെ. $75 കവർ ചെയ്തിട്ടുണ്ട്. 75.50 നമ്മളുടെ ഓർഡർ നമ്മൾ വെച്ചേക്കുന്നത്. അത് വേണേൽ കുറച്ചും കൂടെ നമുക്കൊന്ന് ഇറക്കി പ്ലേസ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ക്യാൻഡലിൻ്റെ ഹൈയിലേക്ക് നമുക്ക് 75.40 ഒരു 10 പൈസ കുറച്ച് വെച്ചിട്ടുണ്ട്. ക്യാൻഡലിൻ്റെ ഹൈ 75.20 വരെ എത്തിയിട്ടുണ്ട്. മാർക്കറ്റ് ഡെപ്തിലേക്ക് നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ 75.30 75.40 75.50 ഹിറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും അവിടെ നോക്കുമ്പോൾ കാണുന്നുണ്ട്. ബാക്കി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ മറ്റേ ഓർഡർ നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടതുണ്ട്. രണ്ട് മിനിറ്റും കൂടെ ഉണ്ട് ക്യാൻഡിൽ ക്ലോസിങ്ങിന്. സോ ദാറ്റ് നമുക്ക് എന്തായാലും ONGCയിലെ ഓർഡർ ഇനി ഇട്ടുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. അതവിടെ എടുത്തിരുന്നെങ്കിൽ 1:2 അടുത്തേക്ക് അത് എത്തിയിട്ടുണ്ട്. അത് നമ്മൾ ക്യാൻസൽ ചെയ്യുവാണ്. ഓക്കെ, അത് ക്യാൻസൽ ചെയ്തു. ആ ഒരു ക്യാൻഡലിൻ്റെ ഹൈയിലെത്തി. ഹൈ എന്ന് പറയുന്നത് 75.30 ആയിരുന്നു. ഈ ക്യാൻഡലും 75.30 അത് നല്ല റിജക്ഷൻ കൊടുക്കുവാണ്.
സോ ദാറ്റ് 75-40 അത് വരുമോ ഇല്ലയോ നമുക്കിപ്പോൾ അറിയത്തില്ല. എന്തായാലും ഇനി നമ്മൾ ഓർഡർ മാറ്റുന്നില്ല, അതവിടെ കിടക്കട്ടെ. എന്നത് കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ട്രേഡ് എടുത്തില്ലെങ്കിലും അതങ്ങനെ നിൽക്കട്ടെ. വിപ്രോയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടു, ഇവിടെ നമുക്ക് ഓർഡർ ബ്ലോക്കിൽ ഓർഡർ ഇട്ടിരുന്നെങ്കിൽ അത് കിട്ടിയതിന് ശേഷം 0.5% നമ്മൾ സ്റ്റോപ്പ് ലോസും വെച്ചാൽ ഇത് 1:2.27 ഓൾറെഡി അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ മറ്റൊരു മാത്തമാറ്റിക്സ് നമ്മൾ പറയാറുണ്ടായിരുന്നു, ഈ രണ്ട് ഓർഡർ ബ്ലോക്കുകളുടെ മധ്യഭാഗം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ മധ്യഭാഗത്തിലേക്ക് വന്ന് ടച്ച് ചെയ്യുവാണ്. ഇവിടെ കാര്യമായ റെസിസ്റ്റൻസ് ഒന്നും കിട്ടുന്നില്ല എങ്കിൽ മാർക്കറ്റ് വീണ്ടും ഫർദർ ഫോളോ ചെയ്യാം. അങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അത്ര തന്നെ താഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ഈ ഒരു പോയിൻ്റ് മാർക്കറ്റ് ടച്ച് ചെയ്യാവുന്നതാണ്. 288.40. അപ്പോൾ 288.40 നമ്മൾ ടാർഗറ്റ് ചെയ്യുവാണെന്ന് കരുതി കഴിഞ്ഞാൽ ഏകദേശം 1:3.5 ആ ഒരു സ്റ്റോക്കിൽ വരാൻ സാധ്യതയുണ്ട്. നമ്മളുടെ BPCLൻ്റെ എൻട്രി ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ ഇനി ഏതാനും സമയമേ ഉള്ളൂ. അവിടെ നിന്ന് നല്ല റിജക്ഷനാണ് കിട്ടുന്നത്. സോ ദാറ്റ് നമുക്കവിടെ ഓർഡർ കിട്ടിയിട്ടില്ല. നോക്കിക്കഴിഞ്ഞാൽ 50,000 1,00,000 വ്യത്യാസമാണ് രണ്ട് സൈഡുകളും തമ്മിലുള്ളത്. അതായത് ബൈയിങ് സൈഡ് കൂടുതൽ നിൽക്കുന്നു, മാർക്കറ്റ് ഫോളോ ചെയ്യുമെന്ന സിഗ്നലാണ് അവിടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി 50 ഫർദർ ഫോളോ ചെയ്യുകയാണ്. ഇവിടെ ആ എൻഡിൽ നമ്മൾ ഇട്ടിരുന്നെങ്കിൽ അത് കിട്ടിയേനെ. എനിവേ അതിനകത്ത് ഇനി ഓർഡർ കിട്ടുന്നത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. മാർക്കറ്റ് താഴത്തേക്ക് മൂവ് ചെയ്യുന്നു, നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളിതിൻ്റെ ഇടയ്ക്കൊരു ഓർഡർ എടുത്തിരുന്നു, അതെടുത്തത് NTPCയിലാണ്. എടുക്കാനുള്ള കാരണം ആ ഓർഡർ ബ്ലോക്കിനുള്ളിൽ വന്ന് റിജക്റ്റ് ആകുന്നു എന്ന് കണ്ടപ്പോൾ നമ്മൾ എൻട്രി എടുത്തതാണ്. അപ്പോൾ ഇനി അതിൻ്റെ 1:1 നമുക്കൊന്ന് അടയാളപ്പെടുത്തണം, ബ്രേക്ക് ഈവനിലേക്ക് ഒന്ന് ട്രയലും ചെയ്യണം. അപ്പോൾ സെൽ ഓർഡറാണ് നമ്മൾ എടുത്തേക്കുന്നത്. 1:1 വരുന്ന 319.85 319.85. നമ്മളിവിടെ ടാർഗറ്റ് ഓർഡർ ഇട്ടിട്ടുണ്ട്. ഇനി 319.85 നമ്മൾ സെല്ലാണ് ചെയ്തേക്കുന്നത്. അത് 321.45 321.45 സെല്ല് ചെയ്തു. അപ്പോൾ ഇനി സെല്ലിൻ്റെ ടാർഗറ്റ് 1:1 319.85. ഓക്കെ, ഇതാണ് 1:1. 1:1 ടച്ച് ചെയ്തിട്ട് അത് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ BPCLൽ ഇട്ടേച്ച ഓർഡർ ക്യാൻസൽ ചെയ്തിട്ടില്ല. അത് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ അതും ചിലപ്പോൾ അവിടെ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ക്യാൻസൽ ചെയ്യുവാണ്. NTPCയിൽ എബോവ് 3% ചേഞ്ച് അത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് നമ്മളവിടെ പോയി എൻട്രി എടുത്തത്. ഇവിടെ ഓർഡർ ബ്ലോക്കിൽ റീടെസ്റ്റ് തരുവാണ്. റീടെസ്റ്റ് തന്നിട്ട് അത് കണ്ടിന്യൂ ഡൗൺഫോൾ വരണം. നിഫ്റ്റി 50 ഇവിടെ ഒരു സപ്പോർട്ട് കാണിച്ചിട്ട് തിരിച്ച് കയറുവാണ്. സോ ദാറ്റ് നമുക്ക് സ്റ്റോപ്പ് ലോസിനുള്ള സാധ്യതയും അവിടെ തള്ളിക്കളയാൻ പറ്റത്തില്ല. നമുക്ക് ബ്രേക്ക് ഈവനും കൂടെ ഒന്ന് നോക്കി അടയാളപ്പെടുത്തി വെക്കേണ്ടതുണ്ട്. നോക്കട്ടെ, 321 ആണ് നമ്മളുടെ ബ്രേക്ക് ഈവനായിട്ട് വരുന്നത്, 45 പൈസ കഴിച്ചിട്ട്. അപ്പോൾ 321 നമുക്ക് എക്സിറ്റ് എടുക്കാൻ പറ്റണം. ഇപ്പോൾ 1:2 നമ്മൾ ടാർഗറ്റ് ചെയ്തേക്കുന്നത് കിട്ടാവുന്ന ഒരു ഏരിയ ആണ്. അവിടെ റിജക്ഷനും വരുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മാർക്കറ്റ് ഡെപ്ത് ഒന്ന് നോക്കിയിട്ട് വരാം. പ്രത്യേകിച്ച് ഇനി ഒന്നും ചെയ്യാനില്ല. ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ്. അപ്പോൾ മാർക്കറ്റ് ഡെപ്ത് ഒന്ന് നോക്കുവാണെങ്കിൽ NTPCയുടെ മാർക്കറ്റ് ഡെപ്ത് NTPC ഡൗൺഫോളിനുള്ളതാണ്
ഇനി നടക്കേണ്ടതെന്നുള്ള രീതിയിലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന 11 ലക്ഷവും 7 ലക്ഷവുമാണ്. അപ്പോൾ നിയർലി ഒരു 4 ലാഖിൻ്റെ ഡിഫറൻസ് അവിടെ ഉണ്ട്. സോ ദാറ്റ് ഡൗൺഫോൾ വന്നേക്കാം. മേ ബി നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ചേക്കുന്നത് 323.5 നമ്മൾ എൻട്രി എടുത്തേക്ക് മാർക്കറ്റ് തിരിച്ചെത്തുന്നത് 1:1 ടച്ച് ചെയ്തിരുന്നത്. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് നമ്മൾ എൻട്രി എടുത്തേക്കുന്നത്. അതിന് ഇന്ന് എത്രമാത്രം വാലിഡിറ്റി ഉണ്ട് കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. ഒപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50 ഓൾറെഡി ഇവിടെ ഒരു റെസിസ്റ്റൻസ് കിട്ടും എന്ന പ്രതീക്ഷയിലാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റോക്കും നമുക്കൊരു ഡൗൺഫോൾ തന്നേക്കാം. എന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മൾ ലോസിലേക്ക് പോവുകയാണ്. സ്റ്റോപ്പ് ലോസിലേക്ക് അധിക ദൂരമില്ല. 1 രൂപയുടെ ഡിഫറൻസ് നമുക്ക് സ്റ്റോപ്പ് ലോസിലേക്കുള്ളൂ. മാർക്കറ്റ് ഡെപ്ത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ബയേഴ്സാണ് കൂടി നിൽക്കുന്നത്. സോ ദാറ്റ് മാർക്കറ്റ് താഴെ പോകുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അത് കണ്ടിട്ട് മാർക്കറ്റാണ് എന്തും സംഭവിക്കാം. ഇതിന് വലിയ ഓർഡർ കിടക്കുന്നത് സെല്ലിംഗ് സൈഡിൽ 322 ഒരു 32,000 ഓർഡർ അവിടെ കിടപ്പുണ്ട്. അത് ട്രിഗർ ആയാൽ ഒരു പക്ഷേ അവിടെ നിന്ന് മുകളിലേക്ക് കയറിപ്പോയാലും അത്ഭുതപ്പെടാനില്ല. അവിടെ ഒത്തിരി റീറ്റെയിലേഴ്സിൻ്റെ ഓർഡറാണത്. 128ഓളം ആൾക്കാരുടെ ടോട്ടൽ ക്വാണ്ടിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. അത് കൂടുന്നുമുണ്ട് സ്റ്റിൽ. എന്നിരുന്നാൽ അവിടുന്ന് റിജക്ഷനും വരുന്നുണ്ട്. ഓക്കെ, അത് സ്റ്റോപ്പ് ലോസിനൊക്കെ അടുത്തെത്തുവാണെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. അല്ലെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം. ഇനിയിപ്പോൾ 1:1 വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ഈവനിലേക്ക് ട്രയൽ ചെയ്യാം. കാരണം പിന്നീട് നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വീണ്ടും 1:1 അടുത്തേക്ക് എത്തുവാണ്. മാർക്കറ്റ് ഡെപ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ 10 ലക്ഷം 9 ലക്ഷം ഏകദേശം തുല്യമായ ഒരവസ്ഥയിലേക്ക് അത് കടന്നു വരുവാണ്. 320 നല്ല ഓർഡറുണ്ട്. 34,000 ഓർഡർ അവിടെ കാണിക്കുന്നുണ്ട്. അതിന് ശേഷം 319.50 കാണിക്കുന്നുണ്ട്. 33,000 അങ്ങോട്ടേക്ക് മാർക്കറ്റ് വീഴുവാണെങ്കിൽ നമുക്കത് നല്ലതായിരിക്കും. നമ്മുടെ 1:1 വരുന്ന 319.80 അപ്പോൾ 319.50 ക്ലിയർ ആകുന്ന സമയത്തേക്ക് നമുക്ക് ബ്രേക്ക് ഇവനിലേക്ക് ട്രയൽ ചെയ്യാം. ട്രയൽ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. എന്നിരുന്നാലും കിട്ടിയ പ്രോഫിറ്റ് കളയണ്ട എന്നതുകൊണ്ട് നമുക്കത് ചെയ്യാവുന്നതാണ്. കാരണം ഈ ട്രേഡിൽ നമുക്ക് അത്ര വലിയ കോൺഫിഡൻസ് ഇല്ല. ONGCയിൽ നമ്മൾ ആ കൃത്യം ഓർഡർ ബ്ലോക്കിൽ നിന്ന് എൻട്രി എടുത്തിരുന്നെങ്കിൽ അത് 1:3 തൊട്ടടുത്ത് വരെ ഓൾറെഡി എത്തിയിട്ടുണ്ട്. സോ ദാറ്റ് നല്ലൊരു റിസ്ക് റിവാർഡ് അവിടെ നമുക്ക് കിട്ടുമായിരുന്നു. BPCL അറ്റ് ദ സെയിം ടൈം അത് കൺസോൾഡേറ്റ് ചെയ്യുവാണ്. ഒരു സൈഡിലേക്ക് മൂവ് ചെയ്തിട്ടില്ല. വിപ്രോ നമ്മുടെ ഓർഡർ ബ്ലോക്കിൽ പോയി ഹിറ്റ് ചെയ്തു ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ. അവിടുന്ന് റിവേഴ്സ് ആയപ്പോൾ എൻട്രി എടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം 1:3 അത് ഓൾറെഡി ടച്ച് ചെയ്തു എന്ന് തോന്നുന്നു. ഇല്ല, 1:2.7 അത് ഓൾറെഡി ടച്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു റിസ്ക് റിവാർഡ് അതും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ NTPC വീണ്ടും തിരിച്ച് നമ്മൾ എൻട്രി എടുത്ത പോയിന്റിലേക്ക് എത്തുന്നു. നമ്മൾ ജസ്റ്റ് ലോസിലേക്ക് മൂവ് ചെയ്യുന്നു. അതിൻ്റെ മാർക്കറ്റ് ഡെപ്ത്ത് 12 ലക്ഷവും 8 ലക്ഷവും ഒരു 4 ലക്ഷത്തിൻ്റെ ഡിഫറൻസ് അവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് അനുകൂലമായ രീതിയിലാണത് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിഫ്റ്റി 50 ഇനി എന്ത് ചെയ്യുന്നു? നിഫ്റ്റി 50 ഇവിടെ നിന്നൊരു ഫോള് തന്നാൽ നമ്മുടെ സ്റ്റോക്കും നമുക്കവിടെ ഒരു ഫോള് തരാം. 1:2 റിസ്ക് റിവാർഡ് അവിടെ കിട്ടാനുള്ള സാധ്യത അങ്ങനെയാണെങ്കിൽ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം.
NTPC 322 പോയി ടച്ച് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം അവിടെ ഹ്യൂജ് ഓർഡേഴ്സ് കിടപ്പുണ്ട്. ഒരു 50,000-അടുത്ത് ഓർഡർ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. സോ ദാറ്റ് അതെടുക്കാൻ വേണ്ടി മാർക്കറ്റ് അങ്ങോട്ട് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് 33,000 32,000 ഓർഡറായിട്ടാണ് കാണിക്കുന്നത്. അങ്ങോട്ട് ചെല്ലുന്തോറും ഓർഡേഴ്സ് കുറഞ്ഞു വരുന്നുണ്ട്. സോ ദാറ്റ് അതിൽ നിന്ന് ആൾക്കാർ താഴത്തേക്ക് ഇറക്കി സെല്ല് ചെയ്യുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. അത് നല്ലൊരു ലക്ഷണമാണ്, നമുക്ക് അനുകൂലമാണ്. കാരണം അവിടെ ആൾക്കാർ ബലം പിടിച്ച് നിൽക്കുന്നില്ല, താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഓർഡറിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നത് അതാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ പോയി ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് അവിടുന്ന് ഡൗൺഫോൾ വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതല്ല എങ്കിൽ നമുക്കിന്നിപ്പോൾ സ്റ്റോപ്പ് ലോസ് കിട്ടിയേക്കാം. എന്തായാലും വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഈ ക്യാൻഡലിൻ്റെ ഹൈ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 322 അത് ടച്ച് ചെയ്തു. അവിടുന്ന് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു റിജക്ഷനും വരുന്നതാണ് കാണുന്നത്. അറ്റ് ദ സെയിം ടൈം നിഫ്റ്റി 50 നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50 ഡൗൺ സൈഡ് തന്നെ വരുന്നു. എനിവേ ആ ഡൗൺ സൈഡ് കണ്ടിന്യൂ ചെയ്താൽ അത് നല്ലതാണ്. 322 ഇനി എത്ര ഓർഡർ അവശേഷിക്കുന്നുണ്ട്? 56,000. അവിടെ ഓർഡറുകൾ കൂടുന്നു. സോ ദാറ്റ് മാർക്കറ്റ് അങ്ങോട്ട് വീണ്ടും കയറിപ്പോവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. നമ്മുടെ സ്റ്റോക്കിൽ ബൈയിങ് സൈഡ് വോളിയം വരുന്നത് പോലെയാണ് കണ്ടിട്ട് തോന്നുന്നത്. എനിവേ അത് ബൈ ആണോ സെല്ലാണോ എന്ന് അറിയണമെങ്കിൽ മറ്റ് മാർഗ്ഗങ്ങൾ നമുക്കില്ല. ഇപ്പോൾ 52,000 കംപ്ലീറ്റ് ഓർഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ബൈ ആണോ സെല്ലാണോ നടന്നേക്കുന്നതെന്ന് അറിയാൻ ഓർഡർ ഫ്ലോ ചാർട്ട് നോക്കിയേ നിർവാഹമുള്ളൂ. നമ്മുടെ കയ്യിൽ അതില്ല. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത് ക്ലിയർ ആയേക്കാം. 23.5 നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉള്ളത്. മാർക്കറ്റ് ഡെപ്ത് നോക്കിക്കഴിഞ്ഞാൽ 23-ൽ 22,000 ഓർഡേഴ്സാണ് കാണിക്കുന്നത്. 49,000 ആയിട്ടുണ്ട്. അപ്പോൾ 50,000-ഓളം ഓർഡർ അവിടെ കിടക്കുന്നുണ്ട്. സോ ദാറ്റ് മാർക്കറ്റ് അതിനെ പോയി ക്യാച്ച് ചെയ്താൽ നിഫ്റ്റി 50യും അവിടെ ഒരു ബുള്ളിഷ് സൈഡിലേക്ക് വരുന്ന ഹ്യൂജ് ബൈയിങ് അവിടെയും നടക്കുന്നതായിട്ട് കാണുന്നു. എന്തായാലും വെയിറ്റ് ചെയ്യാം. 22.50 ഈ ക്യാൻഡലിൻ്റെ ഹൈ വന്നേക്കുന്നത് 22.55 322.55. സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്തേക്ക് എത്തുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഔട്ടായേക്കും. വോളിയം നല്ല പോലെ കയറിയിട്ടുണ്ട് ഈ ക്യാൻഡലിൽ, നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ശരിക്കും അവിടെ ബൈ ആണോ സെല്ലാണോ നടക്കുന്നത് ഒരു കൺഫ്യൂഷൻ നമുക്കുണ്ട്. രണ്ട് സൈഡിലേക്കും വിക്ക് വലുതാകുന്നുണ്ട്. മാർക്കറ്റ് ഡെപ്ത് നോക്കിക്കഴിഞ്ഞാൽ 8 ലക്ഷവും 12 ലക്ഷവും, അതായത് മാർക്കറ്റ് ഫോൾ ചെയ്യും എന്ന സിഗ്നലാണ് വീണ്ടും തരുന്നത്. സെയിം പ്രൈസ് താഴോട്ടിറങ്ങുന്നുണ്ട്. നിഫ്റ്റി 50യും ഒരു ബൈയിങ് സൈഡ് പോലെ തോന്നിച്ചിട്ട് വീണ്ടും റിജക്റ്റ് ആവുന്നതാണ് കാണുന്നത്. ഈ ക്യാൻഡിൽ 322-ന് താഴെ ക്ലോസ് ചെയ്താൽ നല്ലതായിരിക്കും. സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഡേ ഹൈ ഈ ഒരു ക്യാൻഡലിൻ്റെ മുകളിൽ പോയി ലിക്വിഡിറ്റി എടുത്ത് തിരിച്ചു പോരുകയാണെങ്കിൽ അത് നല്ലതാണ്. വോളിയം നല്ലപോലെ വന്നിട്ടുമുണ്ട്. സോ നെക്സ്റ്റ് ക്യാൻഡിൽ ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്താൽ ഓക്കെയാണ്, പെർഫെക്റ്റാണ്. പക്ഷേ സാധ്യത വളരെ കുറവാണ്. കാരണം ഇന്ന് ഓൾറെഡി ഇത്രയും ഹൈ കയറിയ ഒരു സ്റ്റോക്കാണ്. ഒപ്പം ഇൻഡെക്സ് ആണെങ്കിലും അത് സൈഡ് വൈസ് ആണ് നിൽക്കുന്നത്, ഡൗൺഫോളിലല്ല. ആ ക്യാൻഡിൽ എന്തായാലും നല്ല വോളിയം വന്നു. $122 താഴെ ക്ലോസിങ് തരുമോ? ഇല്ല.
നമ്മുടെ സ്റ്റോപ്പ് ലോസിന് തൊട്ടടുത്തേക്ക് വീണ്ടും മാർക്കറ്റ് വരുന്ന കാഴ്ചയാണ്. കഴിഞ്ഞ ക്യാൻഡലിന് മുകളിൽ മാർക്കറ്റ് പോയി. വോളിയം നല്ലപോലെ വരുന്നതാണ് കാണുന്നത്. ഏതാണ്ട് നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമായി എന്നുള്ളതാണ് നമുക്കിപ്പോൾ കണ്ടിട്ട് തോന്നുന്നത്. നല്ല വോളിയം വരുന്നുണ്ട്. ഫസ്റ്റ് 1 മിനിറ്റ് ക്യാൻഡിൽ ഗ്രീനാണ്. അടുത്ത 1 മിനിറ്റിൽ നമുക്ക് കാര്യങ്ങൾ അറിയാം. ഇവിടുന്ന് റിവേഴ്സ് ആകാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിലായിട്ട് അവസാനിക്കാനും, അങ്ങനെ സംഭവിച്ചാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. വോളിയം നല്ലപോലെ കയറി വരുന്നുണ്ട്. പ്രൈസ് പക്ഷേ അതിനനുസരിച്ച് മുകളിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. വോളിയം കയറുന്നു, പ്രൈസ് താഴുന്നു എന്നൊരു കാഴ്ചയാണ്. ഇല്ല, നമുക്ക് ആശ്വസിക്കാനൊന്നുമില്ല. ഇപ്പം തന്നെ സ്റ്റോപ്പ് ലോസ് കിട്ടാനുള്ള സാധ്യതയാണ്. ഡേ ഹൈയിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത്. ഈ ക്യാൻഡിൽ ഡേ ഹൈ ടച്ച് ചെയ്തിട്ടുണ്ട്. യെസ്, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുവാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ട്രേഡ് കഴിഞ്ഞിരിക്കുവാണ്. 8ാമത്തെ ദിവസം നമുക്ക് ലോസ് അടിച്ചിരിക്കുവാണ്. ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ചെയ്തു തുടങ്ങിയതിന് ശേഷം 140 രൂപ ഇന്നത്തെ ലോസ്. നമ്മൾ എടുത്തത് NDPCയിലാണ്. നമ്മൾ ഷോർട്ട് സെല്ലാണ് ചെയ്തത്. 140 രൂപയാണ് നമ്മൾ ലോസ് കൊടുത്തത്. സ്റ്റിൽ ഈ മാസം നമ്മൾ പ്രോഫിറ്റിലാണ് ഉള്ളത്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇന്നും കൂടെ കൂട്ടിയിട്ട് 6ാമത്തെ ദിവസമാണ് നമ്മൾ ട്രേഡ് ചെയ്തത്. 5 പ്രോഫിറ്റും 4 ലോസും. 9ാമത്തെ ദിവസത്തെ 5 പ്രോഫിറ്റ് 4 ലോസ്. 15 പ്രോഫിറ്റ് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിൽ 8 ലോസും. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി തന്നേക്കുന്ന റിസൾട്ട്. പിന്നെ നെഗറ്റീവ് 0.5%. ഓക്കെ, അവിടെ കാണാൻ പറ്റുന്നൊരു കാഴ്ച സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് ഫോളോ ചെയ്യുകയാണ്. സെയിം ഇതും വന്നിട്ട് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്കിതിന് മുന്നേയും ഉണ്ടായിട്ടുണ്ട്. ഇവിടെയും അത് തന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് വരാനുള്ള സാധ്യത ഇനിയുമുണ്ട്. നല്ല വോളിയം ആ ക്യാൻഡിലിൽ വന്നിരുന്നു. സോ ദാറ്റ് അത് ആ ലിക്വിഡിറ്റി എടുത്ത് താഴെ പോരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എനിവേ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമ്മളിന്ന് കൊടുക്കാവുന്ന മാക്സിമം അത് കൊടുത്തു നിർത്തിപ്പോരുകയാണ്. അപ്പോൾ നമ്മുടെ റിസൾട്ട് ഇതാണ്. 150 ദിവസം ട്രേഡ് ചെയ്തു. 85 ദിവസം ലോസും 65 ദിവസം പ്രോഫിറ്റും. 43% വിൻ റേഷ്യോ ഉണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് വരുമ്പോൾ നമ്മൾ മൊത്തം ട്രേഡ് ചെയ്തേക്കുന്നത് 15+8, അതായത് 23 ദിവസം നമ്മൾ ട്രേഡ് ചെയ്തു. അതിൽ 15 ദിവസം നമുക്ക് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ നമ്മുടെ വിൻ റേഷ്യോ എന്ന് പറയുന്നത് 65%. അപ്പോൾ 65% വിൻ റേഷ്യോ ഉണ്ട്. ഒപ്പം ഈ മാസത്തെ വിൻ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ 9 ട്രേഡിൽ 5 പ്രോഫിറ്റ്, അതായത് 55% വിൻ റേഷ്യോ ഈ മാസവും ഉണ്ട്. നമുക്ക് ആക്ച്വലി വേണ്ട വിൻ റേഷ്യോ 40% ആണ്. അപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് അഫോർഡബിളായിട്ട്
ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.